അയ്യപ്പ ഭക്ത സംഗമത്തെ വിമർശിച്ച് പന്തളം കൊട്ടാരം. സംഗമം കൊണ്ട് സാധാരണ അയ്യപ്പ ഭക്തർക്ക് ഗുണമെന്നും എന്ത് ഗുണമാണുള്ളത് എന്ന് കൊട്ടാരം ചോദിക്കുന്നു. 2018 കേസുകൾ എത്രയും വേഗം പിൻവലിക്കണമെന്നും ഇനി ഒരിക്കലും 2018 ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് ഭക്തർക്ക് നൽകണമെന്നും കൊട്ടാരം ആവശ്യപ്പെട്ടു. വിശ്വാസങ്ങൾക്ക് കോട്ടം വരാതെ സംരക്ഷിച്ചില്ലെങ്കിൽ മാത്രമേ സംഗമത്തിന്റെ ഉദ്ദേശം സാധൂകരിക്കപ്പെടുകയുള്ളൂ എന്നും പന്തളം കൊട്ടാരം വ്യക്തമാക്കി. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, ഈ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. ഇതിൽ ഈ പന്തളം കൊട്ടാരത്തിന്റെ നിലപാട് എന്താണ് എന്നാണ് അറിയേണ്ടിയിരുന്നത്. എന്തായാലും കൊട്ടാരം ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സംഗമം കൊണ്ട് സാധാരണക്കാർക്ക് എന്തു ഗുണമാണ് സർക്കാർ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് എന്ന മട്ടിലാണ് കൊട്ടാരത്തിന്റെ പ്രതികരണം. കൂടുതൽ വിവരങ്ങൾ. രാഹി, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ട് പന്തളം കൊട്ടാരം തങ്ങളുടെ കടമ നിർവഹിച്ചിരിക്കുന്നു. കൃത്യമായി തന്നെ ആ ഒരു വാർത്താക്കുറിപ്പിലൂടെ പറയേണ്ട കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പന്തളം കൊട്ടാരം അല്പസമയങ്ങൾക്ക് മുമ്പാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യ ചോദ്യം എന്നത് ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ദേവസ്വം ബോർഡും സർക്കാരും നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് സാധാരണക്കാരായ ഭക്തർക്ക് എന്തു ഗുണമാണ് ഉണ്ടാകുന്നത്, അത് കൃത്യമായി തന്നെ ഭക്തരോട് വിശദീകരിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് പന്തളം കൊട്ടാരം ഈ വാർത്താക്കുറിപ്പിലൂടെ ആദ്യഘട്ടത്തിൽ വിശദമാക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം, അതായത് നാമജപത്തിൻ്റെ പേരിൽ ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നാമജപവുമായി തെരുവിലിറങ്ങിയ ഒരുപാട് അയ്യപ്പ ഭക്തരുണ്ട്. ആ അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് കൊട്ടാരം നേരത്തെ തന്നെ കൃത്യമായി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. നിലവിൽ അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ട് പോകുമ്പോൾ, ഭക്തിപരമായ കാര്യങ്ങളിലൂടെ സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുമ്പോൾ ആദ്യം പിൻവലിക്കേണ്ടത് ഈ കേസുകളെന്ന് പന്തളം കൊട്ടാരം കൃത്യമായി തന്നെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി പന്തളം കൊട്ടാരം ഓർമ്മിപ്പിക്കുന്നു. അതായത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത, ദേവസ്വം ബോർഡ് കൊടുത്ത ആ സത്യാമൂലം അത് കൃത്യമായി തന്നെ ഭക്തനും ഭഗവാനും വേണ്ടി അത് പിൻവലിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ആക്കണമെന്നുള്ള ഒരു ആവശ്യം, അത് പന്തളം 2018 യുവതീ പ്രവേശന സമയത്ത് വലിയ കോലാഹലങ്ങൾ ഉണ്ടായപ്പോൾ, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ പന്തളം കൊട്ടാരം മുന്നോട്ട് വെച്ച ഒരു വലിയ ആവശ്യമാണ്. പക്ഷേ ഇതുവരെയും സർക്കാർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല, അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങളെ കാണാൻ അവർ തയ്യാറായിരുന്നില്ല. ഇന്നു മാത്രമാണ്, ഈ വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ന് മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു ചെറിയ നീക്കമെങ്കിലും ഉണ്ടായത്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്തിന്റെ ഭാഗത്തു നിന്നാണ്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്നുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും, പക്ഷേ അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ SGR കുമാർ, ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ നടത്താൻ പോവുകയാണ്. ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നവർ പറയുന്നു. ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നതുമാണ്. എന്തായാലും പന്തളം കൊട്ടാരം ഈ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കുന്നു. സംഗമം കൊണ്ട് സാധാരണ അയ്യപ്പ ഭക്തർക്ക് എന്തു ഗുണമാണ് എന്ന ചോദ്യമാണ് കൊട്ടാരം മുന്നോട്ട് വയ്ക്കുന്നത്. അവർ ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. താങ്കളുടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഏതായാലും അയ്യപ്പന്റെ കുടുംബമായ പന്തളം കൊട്ടാരത്തിൽ നിന്നും ആചാര ലംഘനത്തിന് ഒരുമ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹത്തിന്റെ എല്ലാ നാശത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു പരിപാടിക്ക് കൃത്യമായൊരു മറുപടി നൽകിയെന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കർമ്മസമിതിയും അതുപോലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും എല്ലാം എടുത്തൊരു നിലപാടുണ്ട്. അതായത് 2018-19 യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി എടുത്ത ഒരു വിധി, ഒരു നിലപാട്, അത് അവസാന വിധി ആയിരുന്നില്ല, നമുക്കെല്ലാം അറിയാം. അതിന് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനും ഫർദർ റിട്ട് പെറ്റീഷൻ കൊടുക്കാനും തിരുത്താനും എല്ലാം ധാരാളം അവസരമുള്ളപ്പോ കോടാനുകോടി ഭക്തജനങ്ങൾ ഈ വിധിക്കെതിരെ പ്രതിഷേധവുമായിട്ട് നിരത്തുകളിലേക്ക് ഇറങ്ങിയപ്പോൾ, നാമജപ യാത്രകൾ നടത്തിയപ്പോൾ ഒക്കെ ഈ സർക്കാർ പരിഹസിക്കുകയായിരുന്നു.
അയ്യപ്പനെയും ശബരിമലയെയും അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തെയും. അത്തരത്തില് വളരെ ഹീനമായ പ്രവൃത്തി ചെയ്ത ഒരു ഇടതുപക്ഷ സർക്കാർ ഒരു കാരണവശാലും ഇനി അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അവര് ഭക്തജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പമ്പയിൽ നടത്താൻ ശ്രമിച്ച ഈ അയ്യപ്പ സംഗമം ഒരു വിധത്തിലും ഒരു ഭക്തനും അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് അതേ ഒരു നിലപാട്, തികച്ചും ശരിയായ ഒരു നിലപാട് നമ്മുടെ എല്ലാ ഹൈന്ദവ സംഘടനകളും ഒപ്പം പന്തളം കൊട്ടാരവും എടുത്തു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തന്റെയും അതുപോലെ തന്നെ വിശ്വാസികളുടെയും സനാതനധർമ്മ വിശ്വാസികളുടെയും ഉറച്ച നിലപാട് എന്നുള്ള യാതൊരു സംശയമില്ല. തികച്ചും ഈ ജനവികാരം മനസ്സിലാക്കാതെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി, സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ചില തൽപര കക്ഷികൾ ചില കുടില തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങി ഇതിനെ അനുകൂലിക്കുന്നതായിട്ട് നമ്മൾ പല പ്രസ്താവനകൾ കണ്ടു. ഞാൻ ആരുടെയും പേരോ ഒന്നും എടുത്ത് പറയുന്നില്ല. പക്ഷേ അവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിശ്വാസി സമൂഹം എന്ന് പറയുന്നത് കേരളത്തിലെ ജനസംഖ്യയുടെയൊക്കെ പല ഇരട്ടിയുണ്ട്. അവര് 100ഉം 200ഓ അല്ലെങ്കിൽ ലക്ഷമോ കോടിയോ ഒന്നും അല്ല. ഇവരൊക്കെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ഏത് പ്രസ്ഥാനമായിക്കോട്ടെ അതിലെല്ലാം ഉള്ള വിശ്വാസികളാണ്. അതായത് ഹൈന്ദവ സമൂഹത്തിന്റെ പേരിൽ ഏതെല്ലാം തരത്തിൽ ഇവിടെ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രസ്ഥാനങ്ങളിലെല്ലാം ഉള്ളത് ഹൈന്ദവനാണെങ്കിൽ അവരൊരിക്കലും ഇതിനെ അനുകൂലിക്കില്ല. അതുകൊണ്ട് ഏത് നേതൃത്വവും ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, അവരുടെ സ്വന്തം ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ സർക്കാരിന്റെ ഇത്തരം വളരെ വിരുദ്ധമായ നമ്മുടെ അയ്യപ്പന് വിരുദ്ധമായ അല്ലെങ്കിൽ ശബരിമല വിശ്വാസ വിരുദ്ധമായ നിലപാടുകളെ യോജിക്കുന്നത് ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഇനിയും വരുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും തുടരെയായിട്ട് ഇന്ന് പന്തളം കൊട്ടാരമാണെങ്കിൽ നാളെ പല പല സംഘടനകളും, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ പറയുന്നില്ല, പക്ഷെ മറ്റ് പ്രധാനപ്പെട്ട ചില സംഘടനകളും ഒക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഏതെങ്കിലും ഹൈന്ദവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും അതെല്ലാം ധിക്കരിച്ചുകൊണ്ട് അതിലുള്ള പ്രവർത്തകര് അംഗങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്ത് ഈ പറയുന്ന സംഗമത്തിനെതിരെ നിലനിൽക്കും. അവർ പ്രസ്താവനകൾ ഇറക്കും. ചിലപ്പോൾ പ്രസ്താവന മാത്രമായിരിക്കില്ല, ശക്തമായ പ്രതികരണം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും വൈകാതെ എത്രയും പെട്ടെന്ന് ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള സർക്കാരിന്റെ ഈ നടപടി അവർ പിൻവലിക്കണം. ഇത് സർക്കാരിന്റെ തന്നെയാണ് പരിപാടി, നമുക്കറിയാം. അതിന്റെ പ്രധാന സംയോജകൻ മുഖ്യമന്ത്രിയാണ്. ഈ പത്രസമ്മേളനം നടത്തുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി മറ്റ് മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ക്ഷണിക്കുന്നതെല്ലാം ചെയ്യുന്ന ആരായിരുന്നു നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ദേവസ്വം മന്ത്രിയാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്. ഇവരൊന്നും ദൈവവിശ്വാസികളല്ല. ദേവസ്വം ബോർഡിനെ പോലും കവച്ചു വെച്ചുകൊണ്ട് തികച്ചും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചില ദുഷ്ടലാക്കുകൾക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ നടത്തുന്ന ഈ ഹീനമായ നടപടി എത്രയും പെട്ടെന്ന് പിൻവലിക്കണം. ഇന്ന് തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവന ഇറങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വിശ്വാസി സമൂഹത്തിന് അനുകൂലമായിട്ട് സുപ്രീം കോടതിയിലുള്ള അവർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുമോ എന്ന് നിർദ്ദേശം സ്വീകരിക്കും, അതിനെക്കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞത്. അവരാരുടെ നിർദ്ദേശമാണ് സ്വീകരിക്കേണ്ടത്? ലീഗൽ നിർദ്ദേശമല്ല അവർക്ക് വേണ്ടത്. അത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശമാണ് അവർക്ക് വേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് നടന്നത്? ഈ ഇത്തരം ഒരു സത്യവാങ്മൂലം തിരുത്താൻ അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടെന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് കോടതിയിൽ കേസ് വരുമ്പം ഈ യുവതീ പ്രവേശത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയും, എന്നാൽ പൊതുജനങ്ങളുടെ മുന്നിൽ മറ്റൊരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടുള്ള മുഖമായിരുന്നു അവർ നമ്മുടെ മുന്നിൽ. പക്ഷെ അത് നമ്മൾ പിച്ചി ചീന്തി എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ പ്രതികരണമാണ് എല്ലാ വശത്തുനിന്നും ഉണ്ടാവുന്നത്. കാരണം 2018-19 നടന്ന എത്ര ഹീനമായ പ്രവൃത്തി ഈ അയ്യപ്പ ഭക്തന്മാരുടെ നെഞ്ചിൽ തീ കോരിയിട്ട ഈ സർക്കാർ, ഈ ഇടതുപക്ഷ സർക്കാർ, അവർ യാതൊരു കാരണവശാലും കാരുണ്യം കിട്ടുന്ന രീതി പ്രവർത്തനമല്ല അവർ ചെയ്യുന്നത്. നീ അയ്യപ്പന് വേണ്ടി അവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നെഞ്ചു പിളർന്ന് കാണിച്ചാലും ഇവിടെ വിശ്വാസ സമൂഹം അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അത് അവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള നാടകം നടത്താനായിട്ട് നാട്ടിൽ അനുവദിക്കില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, 2018-19 ഹിന്ദു അല്ല ഇന്ന് കേരളത്തിലുള്ളത്. അതിശക്തമായ വികാരത്തോടുകൂടി ഏത് തലത്തിലും ഹിന്ദുവിന്റെ സംസ്കാരം നിലനിർത്താനും ഭാരതത്തിന്റെ സംസ്കാരം നിലനിർത്താനും സനാതനധർമ്മത്തെ നിലനിർത്താനും ധർമ്മ പോരാളികളായിട്ട് മാറാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടുത്തെ ഹിന്ദു സമാജം. അത് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കണം. അതുകൊണ്ട് യാതൊരു വിധത്തിലും ഇവർക്ക് ഈ വിഷയമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ വാക്കുകൾ ഇപ്പോ ഈ സത്യവാങ്മൂലത്തില്
തിരുത്താൻ പറ്റുമോ എന്ന നിയമോപദേശം തേടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ നേരത്തെ ആലോചിക്കേണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇനിയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് എന്തായാലും ഈ വൈകിയ വേളയിൽ ഈ സംഘവുമായിട്ട് മുന്നോട്ട് പോയാൽ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകും. അതിന് യാതൊരു സംശയമില്ല. അവരുദ്ദേശിക്കുന്ന തലത്തില് ഒരു ഭക്തൻ പോലും അവിടെ വരില്ല. നമുക്കറിയാം, പന്തളം കൊട്ടാരം എന്ന് പറയുന്നത് അയ്യപ്പന്റെ ജന്മഗൃഹമാണ്. ആ കൊട്ടാരം തന്നെ ഈ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമായി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഈ അയ്യപ്പന്റെ ഭക്തന്മാരായിട്ടുള്ള അല്ലെ വിശ്വാസികളായിട്ടുള്ള ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ജനദ്രോഹികളായിട്ട് സർക്കാരിന്റെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുക? ഒരു വിവരവും വിദ്യാഭ്യാസമുള്ള ഒരാളും അതല്ലെങ്കിൽ ഒരു അയ്യപ്പ ഭക്തൻ അതല്ലെങ്കിൽ ഒരു ഈശ്വര വിശ്വാസി, അയ്യപ്പ ഭക്തൻ തന്നെ ആവണമെന്നില്ല, ഏത് ഈശ്വര വിശ്വാസിയും ഏത് മതത്തിലായിക്കോട്ടെ അവരെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പന്തളം കൊട്ടാരം നിലപാടിലേക്ക് തന്നെയാണ് സർക്കാർ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതും. എന്തായാലും SJR കുമാറാണ് ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇടപെട്ടത്. സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ പ്രതികരണം കൂടി ലഭ്യമായിരിക്കുകയാണ്. രൂക്ഷ ഭാഷയിലുള്ള വിമർശനമാണ് പന്തളം കൊട്ടാരം ഉന്നയിച്ചിരിക്കുന്നത്. സംഗമം കൊണ്ട് സാധാരണ അയ്യപ്പ ഭക്തർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് കൊട്ടാരം ചോദിക്കുന്നു. 2018 കേസുകൾ എത്രയും വേഗം പിൻവലിക്കണമെന്നും ഇനി ഒരിക്കലും 2018 ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് ഭക്തർക്ക് നൽകണമെന്നുമാണ് കൊട്ടാരം ആവശ്യപ്പെടുന്നത്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അരുൺ കൊടുങ്ങൂരിലേക്ക് പോവുകയാണ്. അരുൺ, SJR കുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ പല രീതിയിൽ അദ്ദേഹം പേര് പറഞ്ഞില്ല എങ്കിൽ പോലും ഹൈന്ദവ സംഘടനകളെ അടക്കം ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ ഉണ്ട് എന്നവർ സംശയിക്കുന്നുണ്ട്. ആ ഒരു ചർച്ചകൾ ഇതിനോടകം ഉടലെടുത്തു കഴിഞ്ഞു. ഏത് രീതിയിലാണ് സർക്കാരിന്റെ മുന്നോട്ട് പോക്ക്? അതായത് ഹൈന്ദവ സംഘടനകളെ ചേർത്ത് പിടിക്കുന്നു, ഭക്തരെ ചേർത്ത് പിടിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള മറ്റെന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്, പണം തട്ടിപ്പുണ്ട് എന്ന് നമുക്ക് ഇതിനോടകം തന്നെ വ്യക്തമായതാണ്. നമ്മളത് 2 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഈ ഹൈന്ദവ സംഘടനകളെ കൂടി ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം സർക്കാർ നടത്തുന്നത്. അങ്ങനെ തന്നെ വേണ്ടേ നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണാൻ? അരുൺ, രാഹി, ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രതിസന്ധി, ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഭക്തർക്ക് നേരെ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായ സമയത്താണ് പന്തളം കൊട്ടാരത്തിൻ്റെ മുന്നിൽ നിന്നും പന്തളത്ത് നിന്നും ഒരു മഹാറാലി ആരംഭിച്ചത്. കേരളം ഒന്നാകെ, രാജ്യമൊന്നാകെ പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. ആദ്യ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു പന്തളം കൊട്ടാരമാണ്. പന്തളം കൊട്ടാരത്തിൻ്റെ ആ ഒരു സുദൃഢമായ നിലപാടാണ് ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായി തന്നെ പന്തളം കൊട്ടാരം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി തന്നെ അവർ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഇറക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായുള്ള മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. 2018 ഭക്തർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള, തങ്ങളുടെ വിശ്വാസത്തിന് മേൽ കടന്നു കയറില്ല എന്നുള്ള ഒരു കൃത്യമായ ഉറപ്പ് കൂടി ഭക്തർക്ക് നൽകണമെന്നുള്ളൊരു കാര്യം കൂടി ഈ സമയത്ത് പന്തളം കൊട്ടാരം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അത്ര വലിയ ഒരു യാതനകളായിരുന്നു ഭക്തസമൂഹം ശബരിമലയിലും പമ്പയിലും വരുന്ന വഴികളിലെല്ലാം, ശരണ വഴികളിലെല്ലാം തന്നെ അനുഭവിച്ചിരുന്നത്. ഭക്തരെ തീവ്രവാദികളെ പോലെ കണ്ട് പോലീസ് ഇടപെടുന്നു, പോലീസിന്റെ ഭാഗത്തുനിന്നും നരനായാട്ടുണ്ടാകുന്നു. ഇനി അത്തരം ഒരു സംഭവം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉറപ്പ് കൂടി നൽകണമെന്ന് പന്തളം കൊട്ടാരം ഈ വാർത്താക്കുറിപ്പിലൂടെ പറയുന്നു. അതിനൊപ്പം തന്നെ ഏറ്റവും അവസാന വരിയായി പന്തളം കൊട്ടാരം പറയുന്നു, തങ്ങൾക്ക് ഇതിൽ ഒരു രാഷ്ട്രീയമില്ല, ഭക്തർക്കൊപ്പം എന്നുള്ള ഒരു വരി. നമുക്കറിയാം, ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ അവിടെ ജാതി മത വ്യത്യാസമില്ല, ഒപ്പം അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. ആ രീതിയിൽ അവർക്ക് അയ്യപ്പനെ കണ്ട് അവരുടെ സങ്കടങ്ങൾ പറയണം. ആഗ്രഹ സഫലീകരണമാണ് അവിടെ നടക്കുന്നത്. അവിടെ പ്രായഭേദമന്യേ എല്ലാവരും എത്തുന്ന അയ്യപ്പ ഭക്തരാണ്. ഈ അയ്യപ്പ ഭക്തരെ ഭിന്നിപ്പിച്ച് അവിടെ പണത്തൂക്കം നോക്കി 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ 3 കോടി വരെ എത്താം, ആ പണത്തൂക്കം നോക്കി അവർക്ക് പ്രിവിലേജ് കാർഡ് നൽകി വലിയൊരു പാക്കേജായി അവതരിപ്പിക്കുകയാണ് സർക്കാർ. ആ ഒരു സർക്കാരിൻ്റെ ആ ഒരു നീക്കത്തെ കൂടിയാണ് ഇവിടെ പന്തളം കൊട്ടാരം എതിർക്കുന്നത്. തീർച്ചയായും ആ ഒരു വിഷയത്തിൽ ഇന്ന് PN നാരായണവർമ്മ, നേരത്തെ പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി ആയിരുന്നു, അതോടൊപ്പം തന്നെ ഇപ്പോൾ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം കൃത്യമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു ആ ഒരു വിഷയത്തിൽ. ഈ ഒരു വ്യവസായ തരത്തിലേക്ക് അല്ലെങ്കിൽ വാണിജ്യ തരത്തിലേക്ക് ഈ ഒരു ശബരിമലയെ മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ട്. അങ്ങനെ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ തുടക്കത്തിൽ തന്നെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിലെ ലക്ഷ്യങ്ങൾ, ഈ 3000-ഓളം അയ്യപ്പ ഭക്തർ ഈ സംഘം
സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത് ആരൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ഈ ഭക്തർ എത്തുന്നത്, എന്താണ് ഈ ഭക്തരെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം, എന്തുകൊണ്ടാണ് ഇവർ ഇവിടേക്ക് എത്താനുള്ള സാഹചര്യം, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹൈന്ദവ സംഘടനകൾ ഓരോ ചോദ്യങ്ങളായി സർക്കാരിന് മുന്നിൽ, ദേവസ്വം ബോർഡിന് മുന്നിൽ ചോദിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഉത്തരവും നൽകാൻ കഴിഞ്ഞില്ല. ഇന്നാണ് ദേവസ്വം ബോർഡ് ആരൊക്കെയാണ് ഈ ഭക്തസംഗമത്തിലേക്ക് പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, എത്രത്തോളം ആളുകൾ ഭക്തർ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യങ്ങൾ അതേപടി തന്നെ നിലനിൽക്കുകയാണ്. ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ശബരിമലയുടെ ഒരു ഖ്യാതി വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ശബരിമലയുടെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുക, തത്വമസി എന്നുള്ള ആ പൊരുൾ ലോകത്തിന് മുന്നിലേക്ക് അടയാളപ്പെടുത്തിയിടുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ദേവസ്വം ബോർഡ് പറയുന്നതെങ്കിലും ഇവർ ചിന്തിക്കുന്നതിന് എത്ര മുമ്പേ ശബരിമലയുടെ ഖ്യാതി ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിയതാണ്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും എത്രയോ ഭക്തരാണ് നമ്മൾ ശബരിമലയിൽ നിൽക്കുമ്പോൾ കാണാം. വിവിധ ഭാഷകളിലുള്ള, വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ഇങ്ങനെ സന്നിധാനത്തേക്ക് അയ്യൻ്റെ മുന്നിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചകളൊക്കെ തന്നെ കാണാം. കേവലം ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട്, പമ്പയിൽ നടക്കുന്ന അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് മാത്രമാണോ ശബരിമലയുടെ ഖ്യാതി ഉയർത്തേണ്ടതെന്നുള്ള ഒരു വലിയ ചോദ്യം കൂടിയുണ്ട്. അവിടെ എത്തുന്ന ഭക്തർക്ക് അടിസ്ഥാനപരമായി നൽകേണ്ട ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കാലങ്ങളായി പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ, ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി രൂപീകരിച്ച ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം ഇപ്പോഴും ചുവപ്പ് നടയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമാണെങ്കിൽ ഇത്തരം ഓരോ മണ്ഡലകാലത്തും ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അത് കൃത്യമായി തന്നെ പരിഹരിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കേവലം ആ ഒരു സമയത്തേക്ക് പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പ്രശ്നങ്ങൾക്കൊന്നും ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സമയത്താണ് ഇതൊക്കെ തന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുമ്പ് തന്നെ വിശദമായി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ദേവസ്വം ബോർഡ് ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ഭക്തജനങ്ങൾക്ക് മുന്നിലേക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇപ്പോഴും ഉത്തരമില്ല. എന്തായാലും അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് PN നാരായണവർമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നാരായണവർമ്മ, ഇന്ന് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന കള്ളക്കളികൾ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു 2 ദിവസമായി. എന്തായാലും ഇപ്പോൾ പന്തളം കൊട്ടാരം ഈ വിഷയത്തിലെ നിലപാട് വിശദീകരിച്ചു കഴിഞ്ഞു. ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് സാധാരണക്കാരായ അയ്യപ്പ ഭക്തർക്ക് എന്തു ഗുണമാണ് എന്ന ചോദ്യം കൊട്ടാരം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. കാരണം പണം തൂക്കം നോക്കിയൊക്കെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരെ അവർ അവിടെ പ്രവേശിപ്പിക്കാൻ പോകുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെയാണ് നമുക്കിതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നത്? നാരായണവർമ്മ. സ്വാമി ശരണം. എന്തായാലും പന്തളം കൊട്ടാരത്തിന്റെ ഒരു വ്യക്തമായ നിലപാട് ഇന്നിപ്പം അറിയിച്ചിട്ടുണ്ട്. ഞാൻ കൊട്ടാരത്തിലെ അംഗം എന്ന നിലയിൽ ഞാൻ അതിനെ ആധികാരികമായിട്ട് കൊട്ടാരത്തിന്റെ നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഞാൻ കൊട്ടാരത്തിലെ അംഗവും മുൻ സംഘം സെക്രട്ടറിയുമായിരുന്നു. അന്ന് 2018 നമ്മൾ അയ്യപ്പനോടൊപ്പം അയ്യപ്പന്റെ ആചാരങ്ങൾ അവര് തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ തന്നെ നേതൃത്വം നൽകി വിശ്വാസികളുടെ നാമജപ യാത്രയ്ക്ക് അന്ന് പന്തളത്തു നിന്ന് തുടക്കം കുറിച്ചു. അതിന്റെ ഓർമ്മയിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും, പന്തളം കൊട്ടാരം എന്നും വിശ്വാസികളോടും ഭഗവാനോടും ഒപ്പമാണ്. ഇപ്പോൾ നമ്മൾ ഈ പവിത്രമായ പമ്പാ തീരത്താണ് അയ്യപ്പൻ ജനിച്ചതെന്നാണ് നമുക്കറിയാം. നമ്മളെ വിശ്വാസം പമ്പാ തീരത്ത് വെച്ചാണ് പന്തള രാജാവിന് അയ്യപ്പ സ്വാമിയെ ലഭിക്കുന്നത്. ആ പരിപാവനമായ പമ്പാ തീരത്താണ് ഇങ്ങനെ ഒരു സംഗമം. ഇത് അയ്യപ്പ വിശ്വാസ സംഗമം, വിശ്വാസി സംഗമം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം അയ്യപ്പ ഭക്ത സംഗമം ആണെങ്കിൽ ഭക്തന്മാരാണ് അവിടെ വരേണ്ടത്. ഇതൊരു അയ്യപ്പ സംഗമം എന്ന് നമുക്ക് അവർ തന്നെ പറയുന്നുള്ളൂ. ഭക്തന്മാരാണോ അവിടെ വരുന്നത്? ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ അവിടെ ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും തുല്യർ എന്നുള്ള നിലയിലാണ് നമ്മൾ എപ്പോഴും ഭഗവാൻ എല്ലാവരെയും ഭക്തജനങ്ങളെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പണമുള്ളവർക്ക് പ്രത്യേക കാറ്റഗറി കാർഡ് കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇത് എന്താണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്? ഭഗവാന്റെ ഒരു മൈനറായ ഭഗവാന്റെ ഗാർഡിയൻഷിപ്പ് മാത്രമേ ദേവസ്വം ബോർഡിനുള്ളൂ. അത് തന്നെ അവർക്ക് അർഹതയില്ല. കാരണം ഭഗവാന്റെ ആ വിശ്വാസങ്ങൾക്കും ഭഗവാന്റെ ആഗ്രഹങ്ങൾക്കും എതിരായിട്ട്, ഭഗവാൻ നിർദ്ദേശിച്ച ആചാരങ്ങൾക്കെതിരായിട്ടാണ് 2018 ദേവസ്വം ബോർഡും അതുപോലെ ദേവസ്വം ബോർഡ് സർക്കാരിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുത്തത്. അന്ന് തന്നെ പന്തളം കൊട്ടാരം ഇതിനു വേണ്ടി പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിനോട് ഇത് അഭ്യർത്ഥിച്ചതാണ്. ഇത് റിവ്യൂ ഫയൽ ചെയ്യണം. ഇത് അയ്യപ്പന്റെ ആഗ്രഹത്തിന്, അയ്യപ്പന്റെ ആചാരങ്ങളും നിലനിർത്തുവാൻ വേണ്ടി മുന്നോട്ട് റിവ്യൂ ഫയൽ ചെയ്യണമെന്ന് അന്ന് തന്നെ പന്തളം കൊട്ടാരം ആവശ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ പോലും
അന്ന് മുഖ്യമന്ത്രി പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിവ്യൂ ഫയൽ ചെയ്യാൻ അവസാനം നിർബന്ധിതനായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഓർക്കുന്നു, ഞാനും ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് ദേവസ്വം ബോർഡ് ഇപ്പോൾ ആത്മാർത്ഥമായിട്ടാണോ ഇത് പറഞ്ഞതെന്ന് തന്നെ വലിയ സംശയമുണ്ട്. കാരണം ഇത് ഈ ഭക്തജന അല്ല ഈ അയ്യപ്പ സംഗമം എങ്ങനെയും നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വിശ്വാസികളെ കബളിപ്പിക്കാനാണോ എന്ന് തന്നെ സംശയിച്ചാൽ നമുക്കത് കുറ്റം പറയാൻ സാധിക്കില്ല. നന്ദി ശ്രീ വർമ്മ, ഈ വിഷയത്തോട് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അയ്യപ്പ ഭക്ത സംഗമത്തെ വിമർശിച്ചിരിക്കുകയാണ് പന്തളം കൊട്ടാരം. സംഗമം കൊണ്ട് സാധാരണ അയ്യപ്പ ഭക്തർക്ക് എന്ത് ഗുണമെന്ന ചോദ്യം കൊട്ടാരം ഉന്നയിക്കുന്നുണ്ട്. 2018 കേസുകൾ എത്രയും വേഗം പിൻവലിക്കണമെന്നും ഇനി ഒരിക്കലും 2018 ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് ഭക്തർക്ക് നൽകണമെന്നുമാണ് കൊട്ടാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വിശ്വാസങ്ങൾക്ക് കോട്ടം വരാതെ സംരക്ഷിച്ചില്ല എങ്കിൽ മാത്രമായിരിക്കും സംഗമത്തിന്റെ ഉദ്ദേശം സാധൂകരിക്കപ്പെടുക എന്നുള്ള കാര്യം കൂടി പന്തളം കൊട്ടാരം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്.